CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തിമർത്തു പെയ്ത മഴയ്ക്ക് നേരിയ ശമനം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരിതം സമ്മാനിച്ചു പെയ്ത മഴയ്ക്ക് വരും ദിവസങ്ങളിൽ ശമനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന സ്കൂട്ടറിൽ കാറിടിച്ച് അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പോർക്കളങ്ങാട് സ്വദേശി പുഴങ്ങരയിലെത്തു വീട്ടിൽ 42 വയസ്സുള്ള താഹിറിനാണ് പരിക്കേറ്റത്. പൊന്നിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ജനറേറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജനറേറ്റർ സ്ഥാപിച്ചത്. സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ ജൂൺ 29 ശനിയാഴ്ച മുതൽ ജൂലൈ 6 വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുന്നയൂർകുളത്ത് അതിഥി തൊഴിലാളികൾ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് പരിക്ക്. പുന്നയൂർകുളത്ത് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി 35 വയസ്സുള്ള സതീശനാണ് പരിക്കേറ്റത്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അസോസിയേഷന്റെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നന്നമുക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പി ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ 1ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി പോഷൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദൂർ മഹാത്മാ LP സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി നന്ദി പ്രകാശന സദസ്സ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനൊപ്പം വിനോദത്തിനും അവസരമൊരുക്കി ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ. വിദ്യാർത്ഥികൾക്കായി ഏറുമാടം സജ്ജമാക്കി സ്കൂൾ അധികൃതർ. സ്കൂൾ മുറ്റത്ത് തണൽ മരങ്ങളോട് ചേർന്നാണ് ഏറുമാടം ഒരുക്കിയിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല നടത്തിയ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പരീക്ഷയിൽ 2ഉം 4ഉം റാങ്കുകൾ കരസ്ഥമാക്കി പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ. ആതിര KS 2ാം റാങ്കും ജെറിൻ ഖന്ന 4ാം റാങ്കും നേടി. കേരള NGO അസോസിയേഷൻ 49ാം വാർഷിക സമ്മേളനത്തിനോടനുബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സമ്മേളനം നടന്നു. 2023-24 വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. ഓണത്തെ വരവേൽക്കാൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷിയൊരുങ്ങുന്നു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പൊലിമ എന്ന പേരിൽ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി നടപ്പാക്കുന്ന ഓണത്തിന് പൂവസന്തം പദ്ധതിക്ക് എരുമപ്പെട്ടി പഞ്ചായത്തിൽ തുടക്കമായി. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ കൊടിതോരണങ്ങളും ബോർഡുകളും മാറ്റണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള ആദരവും എൻഡോമെന്റ് വിതരണവും നടത്തി. മരത്തംകോട് കിടങ്ങൂർ മഹാത്മാ സാംസ്കാരിക വേദിയുടെ വായനാ വാരാഘോഷം യുവ എഴുത്തുകാരൻ വിഷ്ണു കിടങ്ങൂർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റായി PI തോമസ് ചുമതലയേറ്റു. മണ്ഡലം പ്രസിഡന്റായിരുന്ന CV ജാക്സന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ മണ്ഡലം പ്രസിഡന്റായി മുൻ കുന്നംകുളം നഗരസഭാ കൗൺസിലർ കൂടിയായ PI തോമസ് ചുമതലയേറ്റത്. YMCA തൃശൂർ സബ് റീജിയൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും മികച്ച യൂണിറ്റുകൾക്കുള്ള ആദരവും ഞായറാഴ്ച പഴഞ്ഞിയിൽ നടക്കും. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾക്ക് സ്വീകരണവും ആദ്യ സംസ്ഥാന സമിതി യോഗവും ചങ്ങരംകുളത്ത് നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.